പുനർജനി പദ്ധതിയിൽ വി.ഡി. സതീശൻ വിദേശയാത്ര നടത്തിയത് തെറ്റിദ്ധരിപ്പിച്ചാണെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ച യാത്രാനുമതി ദുരുപയോഗം ചെയ്താണ് വി.ഡി. സതീശൻ യാത്ര നടത്തിയതെന്നാണ് പുറത്തുവന്ന കണ്ടെത്തൽ. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും സ്വകാര്യ സന്ദർശനത്തിനുമായാണ് കേന്ദ്രത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് അനുമതി വാങ്ങിയത്. വി.ഡി. സതീശന് നിയമസഭാ സെക്രട്ടറി എൻ.ഒ.സി നൽകിയതും സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും മാത്രമാണ്. എന്നാൽ ഈ യാത്രാനുമതി ഉപയോഗിച്ച് വി.ഡി. സതീശൻ ഫണ്ട് പിരിവിനായി ദുരുപയോഗം ചെയ്തെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേസമയം പ്രതിപക്ഷ നേതാവും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധം അവിശുദ്ധമെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസവും പുറത്തുവന്നു. പദ്ധതിക്കായി 2018 ജനുവരി 11 മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ കറന്റ് അക്കൗണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചതെന്നും രേഖകൾ പറയുന്നു. ലഭ്യമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുനർജനി പദ്ധതിക്കായി 1,27,33,545 രൂപ പിരിച്ചെടുത്തതായാണ് വിജിലൻസ് കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ഇത്തരം ഇടപാടുകളിൽ NGO-കൾ തമ്മിൽ MOU ഒപ്പുവെക്കാറുണ്ട്. എന്നാൽ UK-യിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിസ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOU-വും ഒപ്പുവെച്ചിട്ടില്ല. ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് വി.ഡി. സതീശൻ UK-യിലേക്ക് പോയതും തിരികെ വന്നതും. ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. വിമാന ടിക്കറ്റിന് പുറമെ യാത്രാ ചെലവുകൾ വഹിച്ചതും ഫൗണ്ടേഷൻ തന്നെയായിരുന്നു. ചെയർമാൻ അമീർ അഹമ്മദ് ആണ് സതീശന് വേണ്ടി കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത്. ഇക്കാര്യങ്ങൾ അമീർ അഹമ്മദ് തന്നെ വിജിലൻസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. UK യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും വി.ഡി. സതീശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും നടന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്ന കാര്യം.